ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റം വീട്ടിൽ ട്രൈ ചെയ്തു. ക്രീമി മഷ്റൂം ആൻഡ് ഹെർബ്ഡ് റൈസ്. ഇതെങ്ങനെ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. അതിനുവേണ്ടി ചോറ് റൈസ് വേവിച്ച് വെക്കുക. പിന്നെ നമ്മൾ മഷ്റൂം ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് വേണ്ടത് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, കൂടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ മല്ലിയിലയും, പിന്നെ ഇതിനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, റോസ്മേരി ഇല. ഹെർബ്സ് എന്തെങ്കിലും ചേർക്കണം, അതുകൊണ്ട് ഞാൻ റോസ്മേരി കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ക്രീമി മഷ്റൂം ഉണ്ടാക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോൾ ബട്ടർ ആഡ് ചെയ്യുക, അതിനുശേഷം വെളുത്തുള്ളി ആഡ് ചെയ്യുക, പിന്നെ അതിലേക്ക് ഉണക്കമുളക് ക്രഷ് ചെയ്ത് ആഡ് ചെയ്യുക, ശേഷം സവാള ആഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇടുക, പിന്നെ മല്ലിയിലയും റോസ്മേരി ഇലയും ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് ക്രീം ആഡ് ചെയ്യുക. കുക്കിംഗ് ക്രീം ആവശ്യത്തിന് ആഡ് ചെയ്ത ശേഷം നല്ലതായിട്ട് ഇളക്കുക. ശേഷം അതിനൊരു തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്യുക. ഇത് കുറച്ച് നേരം ഒന്ന് അതിലിട്ടൊന്ന് വേവിക്കുക. ഒത്തിരി സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് റെഡിയാവും. പിന്നെ ചീസും വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെർബ് റൈസ് ഉണ്ടാക്കാം. അതിന് വീണ്ടും അതേ പാനിലേക്ക് തന്നെ ബട്ടർ ആഡ് ചെയ്യുക, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യുക, പിന്നെ ഉണക്കമുളക് ചെറിയ ക്രഷ് ചെയ്തത്, കുരുമുളകും ആഡ് ചെയ്യുക, പിന്നെ നമ്മളുടെ വേവിച്ച് വെച്ച ചോറ് ആഡ് ചെയ്യുക. അത് നല്ലോണം ഇളക്കിയ ശേഷം മല്ലിയിലയും റോസ്മേരിയിലും ഇട്ട് വീണ്ടും നല്ലോണം ഇളക്കുക. കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ, സംഭവം റെഡിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒത്തിരി സമയമൊന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ആക്ച്വലി കഴിച്ചപ്പോൾ. സോ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.